ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു അറബിക് സ്വീറ്റിന്റെ റെസിപ്പിയാണ്. അപ്പോൾ വളരെ എളുപ്പമായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോസ്റ്റഡ് വേർമിസെല്ലി ആണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ റോസ്റ്റ് ചെയ്യാത്തതാണെങ്കിൽ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇത്രയും നേരിയതായിട്ടുള്ള സേമിയാണ് എടുക്കേണ്ടത്. നമ്മൾ പായസത്തിനൊക്കെ ഉപയോഗിക്കുന്ന തടിയുള്ള സേമിയ അല്ല കേട്ടോ. അപ്പൊ ഞാൻ ഇത് എടുത്തിരിക്കുന്നത് ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കൈകൊണ്ട് പൊടിച്ചെടുക്കുക. ചെറിയ ചെറിയ നമ്മൾ പായസത്തിനൊക്കെ ആക്കുന്ന പോലെ ഒന്ന് ചെറുതാക്കി മുറിച്ചെടുക്കുക. കൈ കൊണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നമുക്ക് പൊടിഞ്ഞു കിട്ടും. അത്രയും സോഫ്റ്റ് ആയിരിക്കുമല്ലോ, ഒട്ടും തിക്നെസ് ഇല്ലാത്തത് കാരണം. അങ്ങനെ എല്ലാവരും അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മെൽറ്റായി വരുമ്പോൾ നേരത്തെ ആക്കി വെച്ച സേമിയ ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 5-6 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മളിത് വേറെ കുക്കൊന്നും ചെയ്യാത്തത് കാരണം ഒരു 6 ഇല്ലെങ്കിൽ ഒരു 7 മിനിറ്റ് എന്തായാലും മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഇത് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് ഒന്ന് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. അത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. എന്നിട്ട് ഒരു 7 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/4 കപ്പും കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ പാനിൽ നിന്ന് ഒന്ന് ചെറുതായിട്ട് വിട്ട് വരുന്ന ഒരു പരുവാവും കേട്ടോ. ഏകദേശം ഒരു 3 മിനിറ്റ് ഒക്കെ എടുക്കും. അപ്പൊ നിങ്ങളുടെ മധുരം ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് മതിയാവുന്നതാണ് കേട്ടോ, കറക്റ്റ് മധുരമായിരിക്കും. അപ്പൊ ഈ ഒരു പരുവാകുമ്പോൾ നമ്മുടെ ഇത് ശരിയായിട്ടുണ്ട് കേട്ടോ. ഇനി അധികം നേരിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല, ചിലപ്പോൾ ഒന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ചൂടാവണം. അപ്പൊ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാഷ്യൂസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് പിസ്തയോ ബദാമോ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ നമുക്ക് കയ്യിലെടുക്കാവുന്ന പരുവത്തിന് അതിന്റെ ചൂടൊന്ന് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. ആ സമയത്താണ് നമ്മളത് ആ ഷേപ്പിലാക്കി എടുക്കേണ്ടത്. അപ്പൊ കണ്ടില്ലേ, ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് കയ്യിൽ ചൂട് അധികം അനുഭവപ്പെടില്ല. അപ്പൊ ഇതുപോലുള്ളൊരു ഗ്ലാസ്സിലാണ് ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യം കുറച്ച് കാഷ്യൂസ് ഇട്ട് കൊടുത്തിട്ട് ആ സേമിയ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. അപ്പൊ അത് നന്നായിട്ട് ഒന്ന് സെറ്റ് ആയിട്ട് വരും. എന്നിട്ട് നമുക്കത് ഡീമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ആക്കി കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് കയ്യിലുള്ളത് വെച്ചിട്ട് നമുക്കത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഞാൻ എല്ലാനും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ കാണാനും കഴിക്കാനും എല്ലാം ഒരുപോലെ ടേസ്റ്റുള്ള നല്ല അടിപൊളി ഒരു അറബിക് സ്വീറ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ആക്കാനും ഒന്നും മറക്കരുത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു, ബൈ.